എല്ലാവർക്കും ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പുതിയ LHP കോച്ചായിട്ട് ട്രെയിൻ നമ്പർ 12257 കൊച്ചുവേലി ഗരീബ്രത്ത് എക്സ്പ്രസ് ആണ്. യശ്വന്തപൂർ കൊച്ചുവേലി ഗരീബ്രത്ത് എക്സ്പ്രസ് ആണ്. ഇത് ആലുവയിൽ നിന്ന് വീടാണ്. കൊച്ചുവേലി ഗരീബ്രത്ത് എക്സ്പ്രസ്. ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 3ൽ 13352 ധൻബാദ് എക്സ്പ്രസ് ഇതാ വന്നിരിക്കുകയാണ്. ഇത് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ജാർഖണ്ഡിലോട്ട് പോകുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ ഇത് ചെന്നൈ വഴിയാണ് ചെന്നൈ വഴിയാണ് ഇത് പോകുന്നത്. ചെന്നൈയിലോട്ട് പോകാൻ രാവിലെ പോകുന്ന ഒരു വണ്ടിയാണ്. ചെന്നൈ വഴി ധൻബാദ് പോകുന്ന വണ്ടിയാണ്. ധൻബാദ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3ൽ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ട്രെയിൻ നമ്പർ 22639 എല്ലാ ദിവസവും ചെന്നൈ ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ചെന്നൈ ആലപ്പുഴ ഇന്നലെ രാത്രി 8:30 8:50 എന്തോ പുറപ്പെട്ട വണ്ടിയാണ്. 8:50 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട വണ്ടിയാണ്. എല്ലാ ദിവസവും ഉള്ള വണ്ടിയാണ്. ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ചെന്നൈ ആലപ്പുഴ. ഗൈസ്, ഇത് കണ്ടില്ലേ, ബാക്കിലത്തെ ആകെ ഒരു അൺറിസർവ്ഡ് കോച്ചേ ഉള്ളൂ. ഈ അൺറിസർവ്ഡ് കോച്ച് പകുതിക്ക് വെച്ച് പൂട്ടിയിട്ട് ഈ മറ്റേ പാഴ്സലും ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കാം. ഒരു വിലയില്ല. ഈ സാധാരണക്കാരും കൂടി യാത്രയുണ്ട്. ഈ സ്ലീപ്പറിലും AC-യിലും ഉള്ളവർക്ക് മാത്രം യാത്ര ചെയ്താൽ മതിയാ. സാധാരണക്കാർക്കും യാത്രയുണ്ട്. എന്താണിത്? അപ്പോൾ ഗായ്സ്, നമ്മുടെ 06439 ഗുരുവായൂർ എറണാകുളം പാസഞ്ചറാണ്. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഇതാ ആലുവയിൽ പ്ലാറ്റ്ഫോം നമ്പർ 1ൽ ഇതേ വന്നിരിക്കുകയാണ്. ഇതിന്ന് പുതുക്കാട് നിന്ന് പുറപ്പെട്ടു എന്നാണ് ഇത് റിസ്മ ട്രെയിനിൽ കാണിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പുതുക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ എറണാകുളം ടൗണിൽ. അപ്പോൾ ട്രെയിൻ നമ്പർ 12678 KSR ബംഗളൂരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇതാ പോവാണ്. സാധാരണക്കാരൻ്റെ ഒരു വന്ദേ ഭാരത്, നല്ല ഏറ്റവും കൂടുതൽ സ്പീഡുള്ള വണ്ടിയാണ്. നമ്മുടെ തൃശ്ശൂരൊക്കെ ഒറ്റപ്പാലമൊക്കെ കഴിഞ്ഞ് 100 km/h സ്പീഡിലാണ് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് LHP കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ കണ്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാംഗ്ലൂർ വണ്ടി അങ്ങനെ പോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.